ഡിപ്രഷൻ എന്ന അവസ്ഥയിലൂടെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ശാരീരികമായിട്ട് അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഹെഡേക്കാണ്. നിരന്തരം അനുഭവപ്പെടുന്ന തലവേദനയും ഭയങ്കരമായ ക്ഷീണവും. രണ്ടാമത്തേത് വിഷൻ പ്രോബ്ലംസ് ആണ്. കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലത്തെ അവസ്ഥ, കാഴ്ച ബ്ലറാകുന്ന അവസ്ഥ, ഇതെല്ലാം ഇവർ അനുഭവിക്കാറുണ്ട്. മൂന്നാമത്തേത് സ്ലീപ്പ് പാറ്റേൺസിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ്. സ്ലീപ്പ് ഡിപ്രിവേഷൻ വരും, ഉറക്കമില്ലാത്ത അവസ്ഥ. എപ്പോഴും ഉറക്കത്തിന്റെ ആലസ്യം ഉണ്ടെങ്കിലും ഉറങ്ങാൻ കഴിയാത്തതായിട്ടുള്ള അവസ്ഥ ഇവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. നാലാമത്തേത് പുറം വേദനയാണ്. എപ്പോഴും പുറം വേദന അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ട് ഇവർക്ക്. സ്റ്റൊമക് പെയിൻ, വയറ് വേദന എന്ന് പറയാറുണ്ട്. ഡൈജസ്റ്റീവ് പ്രോബ്ലം നിരന്തരം ഇവർ അനുഭവിക്കുന്ന ഒരു സംഗതിയാണ്. ഇതോടൊപ്പം തന്നെ ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വല്ലാതെ വീക്കാവും. ഇമ്മ്യൂണിറ്റി ലോസിലോട്ട് പോകുന്ന അവസ്ഥ വരും. വെയിറ്റിനകത്ത് കാര്യമായുള്ള വ്യത്യാസം വരും. ചിലപ്പോൾ അത് വല്ലാത്തൊരു വെയിറ്റ് ലോസിലോട്ട് പോകാം, അല്ലെങ്കിൽ നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാം. ഭയങ്കരമായിട്ടുള്ള പെയിനിനോടൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഒന്ന് തട്ടിയാൽ മതി അവർ അയ്യോ എന്ന് അവർ വിളിക്കും. നമ്മൾ വെറുതെ ഒന്ന് തട്ടിയാൽ പോലും അവർക്കത് ഭയങ്കര പെയിൻ ആവും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ എന്ന കണ്ടീഷനിലോട്ട് പോകുമ്പോൾ ഇവരുടെ മൂവ്മെന്റ് എല്ലാം, ഇവരുടെ ആക്ടിവിറ്റി എല്ലാം വളരെ സ്ലോ ആവും. ഇവരെപ്പോഴും ഒരിടത്ത് ചടഞ്ഞുകൂടിയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ നീർക്കെട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നിട്ട് അല്ലാത്ത ശാരീരിക വേദന, പെയിൻ ഇവർക്ക് അനുഭവപ്പെടും. അപ്പോൾ ഡിപ്രഷൻ മാനസികമായിട്ടുള്ള പ്രശ്നത്തിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം അനുഭവപ്പെടുന്നത്. ഇതിനു വേണ്ടി എന്തൊക്കെ മരുന്ന് കഴിച്ചാലും ഇതിനൊന്നും ഒരു ശമനവും ഉണ്ടാവുകയില്ല. ഒരു സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്നുള്ള ലെവലിലാണ് ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.